വേൾഡ് പോപ്പുലേഷൻ ഡേ ക്വിസ്, ജനസംഖ്യാ ദിന ക്വിസ്, ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ ക്വിസുകൾക്ക് ഉണ്ണീസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്യൂ. ലോക ജനസംഖ്യാ ദിന ക്വിസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് ഏതു രാജ്യത്താണ്? ഇന്ത്യ. ഇന്ത്യയിലാണ് ഇപ്പോൾ ലോകത്തെ ഏറ്റവും അധികം ജനങ്ങളുള്ളത്. ഇന്ത്യ ചൈനയെ മറികടന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള രാജ്യമായത് എപ്പോഴാണ്? ഏപ്രിൽ 2023 ഐക്യരാഷ്ട്രസഭയുടെ സ്ഥിതിവിവരക്കണക്ക് പ്രകാരം 2024 ജൂലൈയിൽ ഇന്ത്യയിലെ ജനസംഖ്യ എത്രയാണ്? 144 കോടി. 144 കോടി. 2024 ജൂലൈയിൽ ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ലോക ജനസംഖ്യ എത്ര കോടിയാണ്? 811 കോടി. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ 1947 എത്രയായിരുന്നു രാജ്യത്തെ ജനസംഖ്യ? 34 കോടി. 34 കോടി. ഇന്ത്യയുടെ ജനസംഖ്യ 100 കോടി കടന്നത് ഏത് വർഷമാണ്? 2000 മെയ് 11 ഇന്ത്യ 100 കോടി ജനങ്ങളുള്ള രാജ്യമായത്. ഇന്ത്യയുടെ ജനസംഖ്യ 100 കോടിയിൽ എത്തിച്ച കുട്ടിയുടെ പേര്? ആസ്ഥ. ആസ്ഥ അറോറ. ഡൽഹിക്കാരിയായ പെൺകുട്ടിയാണ് ആസ്ഥ അറോറ. 100 കോടി ജനസംഖ്യ മറികടന്ന ആദ്യത്തെ രാജ്യം ഏത്? 100 കോടി ജനസംഖ്യ മറികടന്ന ആദ്യത്തെ രാജ്യം ചൈന. ചൈനയാണ്. 100 കോടി ജനസംഖ്യ മറികടന്ന ആദ്യത്തെ വൻകര ഏതാണ്? ആദ്യത്തെ കോണ്ടിനെന്റ് ഏഷ്യ. ഏഷ്യ വൻകര. ഏഷ്യ വൻകരയിലെ ഇപ്പോഴത്തെ ജനസംഖ്യ 492 കോടി. ലോക ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് ഏഷ്യ വൻകരയിൽ താമസിക്കുന്നത്? 61.5%. 61.5%. ഏഷ്യ വൻകരയെ കൂടാതെ 100 കോടിയിൽ കൂടുതൽ ജനസംഖ്യയുള്ള വൻകര ഏത്? ആഫ്രിക്ക. ആഫ്രിക്ക വൻകര. ആഫ്രിക്ക വൻകരയിൽ ലോക ജനസംഖ്യയുടെ എത്ര ശതമാനം പേരാണ് വസിക്കുന്നത്? 18.68%. അതായത് 149 കോടി. ജനസംഖ്യയിൽ 3-ാം സ്ഥാനത്തുള്ള വൻകര ഏതാണ്? യൂറോപ്പ്. 74 കോടി ജനങ്ങളാണ് യൂറോപ്പിലുള്ളത്. വടക്കേ അമേരിക്ക വൻകരയിലെ ജനസംഖ്യ എത്രയാണ്? 60 കോടി. 60 കോടി ജനങ്ങളാണ്. തെക്കേ അമേരിക്ക വൻകരയിലെ ജനസംഖ്യ എത്രയാണ്? തെക്കേ അമേരിക്കയിൽ 44 കോടി ജനങ്ങളാണ് ഉള്ളത്. 44 കോടി. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ വൻകര ഏതാണ്? ആസ്ട്രേലിയ. ആസ്ട്രേലിയ വൻകര. ആസ്ട്രേലിയ വൻകരയിലെ ജനസംഖ്യ എത്രയാണ്? 26 കോടി. 26 കോടി ജനങ്ങൾ. സ്ഥിര ജനസംഖ്യയില്ലാത്ത ഒരേയൊരു വൻകര ഏത്? അന്റാർട്ടിക്ക വൻകര. അന്റാർട്ടിക്ക വൻകര. ലോക ജനസംഖ്യ വർഷമായി ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ആചരിച്ചത് എപ്പോൾ? 1974. ലോക ജനസംഖ്യ 500 കോടി തികച്ചത്
എന്നാണ് 1987 ജൂലൈ 11. ലോക ജനസംഖ്യ 500 കോടി തികച്ചതായി കണക്കാക്കുന്നത് ഏത് കുഞ്ഞിന്റെ ജനനമാണ്? മാതേജ് ഗാസ്പർ എന്ന കുട്ടിയുടെ. മാതേജ് ഗാസ്പർ ഏതു രാജ്യത്താണ് ജനിച്ചത്? ക്രൊയേഷ്യയുടെ തലസ്ഥാനമായ സാഗ്രിബ് നഗരത്തിൽ. ലോക ജനസംഖ്യ 600 കോടി തികച്ചത് എന്നാണ്? 1999 ഒക്ടോബർ 12. ലോക ജനസംഖ്യ 600 കോടി തികച്ചതായി കണക്കാക്കുന്നത് ഏതു കുഞ്ഞിന്റെ ജനനമാണ്? അദ്നാൻ മേവിക് എന്ന കുട്ടിയുടെ ജനനം. അദ്നാൻ മേവിക് ഏതു രാജ്യത്താണ് ജനിച്ചത്? അദ്നാൻ മേവിക് സരാജാവോ എന്ന നഗരത്തിൽ, ബോസ്നിയയിലെ തലസ്ഥാന നഗരം. ലോക ജനസംഖ്യ 700 കോടി തികച്ചത് എന്നാണ്? 2011 ഒക്ടോബർ 31. ലോക ജനസംഖ്യ 700 കോടി തികച്ചതായി കണക്കാക്കിയത് ഏത് കുട്ടിയുടെ ജനനമാണ്? നർഗീസ് കുമാർ എന്ന പെൺകുട്ടിയുടെ. ലോക ജനസംഖ്യ 700 കോടി തികച്ച നർഗീസ് കുമാർ ഏത് രാജ്യക്കാരിയാണ്? ഇന്ത്യയിൽ ഉത്തർപ്രദേശ് സംസ്ഥാനത്താണ്. ലോക ജനസംഖ്യ 800 കോടി തികച്ചത് എന്നാണ്? 800 കോടി തികച്ചത് 2022 നവംബർ 15. ലോക ജനസംഖ്യ 800 കോടി തികച്ചത് ഏത് കുട്ടിയുടെ ജനനമാണ്? വിനീസ് മബൻസാഗ്. ലോക ജനസംഖ്യ 800 കോടി തികച്ച വിനീസ് മബൻസാഗ് ഏതു രാജ്യക്കാരിയാണ്? മനില, ഫിലിപ്പൈൻസ് തലസ്ഥാന നഗരമായ മനില. ലോക ജനസംഖ്യാ ദിനം ആചരിക്കണമെന്ന നിർദ്ദേശം ഐക്യരാഷ്ട്രസഭയുടെ മുമ്പാകെ സമർപ്പിച്ചതാരാണ്? ഡോക്ടർ കെ സി സക്കറിയ. ഏത് വർഷമാണ് ലോക ജനസംഖ്യാ ദിനം ആചരിക്കാൻ ആരംഭിച്ചത്? 1989. ഏതു ദിവസമാണ് എല്ലാ വർഷവും ലോക ജനസംഖ്യാ ദിനം ആചരിച്ചു വരുന്നത്? ജൂലൈ 11. ഏതു സംഭവത്തിന്റെ ഓർമ്മയ്ക്കായാണ് ലോക ജനസംഖ്യാ ദിനം ആചരിക്കാൻ ജൂലൈ 11 തിരഞ്ഞെടുത്തത്? ലോക ജനസംഖ്യ 500 കോടി തികച്ചതിന്റെ ഓർമ്മയ്ക്ക്. ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്നതിന്റെ ലക്ഷ്യമെന്ത്? ജനപ്പെരുപ്പം സൃഷ്ടിക്കുന്ന വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം ആണ് ലക്ഷ്യം. ലോക സെൻസസ് ദിനം എന്നാണ് ആചരിക്കുന്നത്? ലോക സെൻസസ് ദിനം ജൂലൈ 11 ആചരിക്കുന്നത്. ഇന്ത്യയിൽ സെൻസസ് ദിനം എന്നാണ് ആചരിക്കുന്നത്? ഇന്ത്യയിൽ ഫെബ്രുവരി 9 സെൻസസ് ദിനം ആചരിക്കുന്നത്. ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനം നടത്തുന്ന ശാസ്ത്ര ശാഖ ഡെമോഗ്രഫി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം? ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ
ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഏത്? സിക്കിം. സിക്കിം. ഉണ്ണീസ് വിജയപാത. എല്ലാവർക്കും നന്ദി പറയുന്നു. വീണ്ടും കാണാം.